കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്ത് ഈ പുതിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് വാങ്ങുന്ന ഒരു ചടങ്ങിൽ മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ വിളിച്ച ആ ചടങ്ങ് ബഹിഷ്കരിച്ചു. കാരണം എന്തായിരുന്നു? അതിന് പിന്നിൽ ഉദ്യോഗസ്ഥർ താൻ നിർദ്ദേശിച്ച പ്രകാരം വാഹനങ്ങൾ അണിനിരത്തിയില്ല, കൊട്ടാരത്തിന് മുൻപിൽ അണിനിരത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോയും തള്ളുമാണ് ഇന്നലെ ദിവസം നമ്മൾ കണ്ടത്. മാതൃഭൂമി ന്യൂസാണ് ആ പ്രതികരണം ആദ്യം റിപ്പോർട്ട് ചെയ്ത്. അതിന് പിന്നാലെ എന്താണ് സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ പാവപ്പെട്ട കുറെ ഉദ്യോഗസ്ഥർ ബലിയാടാകാൻ പോകുന്നു. അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വരികയാണ്. മാത്രമല്ല ഒരു കാര്യമുണ്ട്, ഈ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണത്? അത് ഗണേഷ് കുമാറിൻ്റെ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടങ്ങളിൽ നിന്നോ കൊണ്ടുവരുന്നതല്ല. നമ്മുടെ ഓരോ നയാ പൈസ, നമ്മുടെയൊക്കെ തന്നെ നികുതി പണം, അതൊക്കെ എടുത്തുകൊണ്ട് വാങ്ങുന്ന വാഹനമാണ്. മാത്രമല്ല ക്രമസമാധാനത്തിൻ്റെ ഭാഗമായിട്ടും പരിശോധനയുടെ ഭാഗമായിട്ടും ഒക്കെയാണ് വാഹനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടാണ്, നിർണായകമാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഉദ്യോഗസ്ഥർ ഇപ്പോൾ പെരുവഴി നിൽക്കുകയാണ്. വണ്ടി കിട്ടിയതുമില്ല, ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ അപ്ഡേഷൻസ് എന്താണ് എന്ന് നമുക്ക് ഇന്നത്തെ റിപ്പോർട്ട് പരിശോധിക്കാം. ആദ്യം പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. സംഘാടനത്തിൽ വീഴ്ചയുണ്ടെന്നാരോപിച്ച് പരിപാടി റദ്ദു ചെയ്ത മന്ത്രി മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ആകെ കുഴപ്പത്തിലാക്കി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഉദ്യോഗസ്ഥരാണ് പുതിയ വാഹനങ്ങൾക്ക് വേണ്ടി എത്തിയത്. സാങ്കേതികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വാഹനം കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു മന്ത്രിയുടെ കടുംവെട്ട്. വാഹന പരിശോധനയും പിഴ ഈടാക്കലും അടക്കം പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ട ഓഫീസുകളിൽ വാഹനമില്ല. ഇത് ഞാൻ ഇവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട്, തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടുവരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ V ജോയിക്കെതിരെയാണ് മന്ത്രിയുടെ വിമർശനം. കാരണം കാണിക്കൽ നോട്ടീസും നൽകി. എന്നാൽ ദൃശ്യത്തിലുള്ളത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിലും ഉയർന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിദേശത്താണ് എങ്കിൽ പകരം ചുമതല വഹിക്കേണ്ട അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറാണ് ഇത്. അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. മന്ത്രിയുടെ ഇഷ്ടക്കാരനായ ഉദ്യോഗസ്ഥനാണ് പ്രമോദ് ശങ്കർ. അതുകൊണ്ടാണോ നടപടി ഇല്ലാത്തത്? മന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിൽ മോട്ടോർ വെഹിക്കിൾ ഓഫീസേഴ്സ് അസോസിയേഷനും കടുത്ത എതിർപ്പിലാണ്. സ്ഥലപരിമിതിയുള്ള കനകക്കുന്നിൽ പരിപാടി നടത്തിയത് പിഴവുകൾക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലോ പുത്തരിക്കണ്ടത്തോ പരിപാടി വെച്ചാൽ മുൻ മന്ത്രി ആന്റണി രാജുവിനെ അധ്യക്ഷനാക്കേണ്ടി വരും. അതൊഴിവാക്കാനാണ് കനകക്കുന്നിൽ പരിപാടി വെച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം. മന്ത്രി നീരസത്തിൽ തുടരുന്നതോടെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കാനുമാകുന്നില്ല. പുതിയ വാഹനങ്ങൾ ആനേറ സ്വിഫ്റ്റ് ആസ്ഥാനത്തേക്ക് മാറ്റി. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗതാഗത മന്ത്രിയുടെ ഈ ഒരു നീരസവും ഷൗട്ടിങ്ങും പബ്ലിക് വേദിയിൽ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു പരിപാടി റദ്ദാക്കുക, അതും ഒരു MLA ആയിട്ടുള്ള മറ്റൊരു MLA അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ റദ്ദാക്കുക എന്ന് പറയുമ്പോഴൊക്കെ തന്നെ എന്തുകൊണ്ടായിരിക്കും മന്ത്രി ഇങ്ങനെ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ്, ചില്ലറ വകുപ്പല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ മന്ത്രി, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറിയെന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ ചില കരക്കമ്പികൾ ഇപ്പോൾ പടരുന്നുണ്ട്. കാരണം 2.5 വർഷം വീതമുള്ള ടൈമിലാണ്, രണ്ടാം പകുതിയിലാണ് ഈ മന്ത്രി ഗണേഷ് കുമാർ ഈ വകുപ്പിലേക്ക് എത്തുന്നത്. മുൻ മന്ത്രി ആന്റണി രാജു ആയിരുന്നു. ആന്റണി രാജു രണ്ടുപേരും കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ അനുരണനമാണോ, ഇമ്പാക്റ്റ് ആണോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചതെന്ന് ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതി AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, വളരെ രസകരമായിട്ടുള്ള ഒരു പ്രതികരണവും അല്പം അമ്പരപ്പ് നമ്മളെ സംബന്ധിച്ചോളം അറിയില്ല. കാരണം ഒരു വലിയൊരു പരിപാടി അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, മാധ്യമപ്രവർത്തകരൊക്കെ പോകുന്നു. മാത്രമല്ല നമ്മുടെ കാര്യം പോട്ടെ, അതിനേക്കാൾ ഉപരി ഈ 10-14 ജില്ലകളിൽ നിന്നുള്ള MVD ഉദ്യോഗസ്ഥർ വണ്ടി വരുമല്ലോ, വണ്ടിയും കൊണ്ട് കൊണ്ടുപോകാമല്ലോ വൈകുന്നേരം എന്ന് പറഞ്ഞിങ്ങനെ വരികയാണ്. വന്നിട്ട് വെറും കൈയോടെ മടങ്ങുക മാത്രമല്ല, അതിലെ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കയ്യിൽ വാറോല കിട്ടുകയും ചെയ്തു. എന്താണ് ശരിക്കും സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് ആദ്യം പോകുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം
മന്ത്രി വാഹനം ഓടിക്കുന്നു. സാധാരണ ഗണേഷ് കുമാറിൻ്റെ ഇങ്ങനെയുള്ള ഓരോ പരിപാടിയിൽ പോകുമ്പോഴും എന്തൊക്കെ വ്യത്യസ്തതകൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കും. പുതിയ വാഹനം ഓടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അദ്ദേഹം സസ്പെൻസ് എന്തായാലും ഇവിടെ കാണും. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യും. ഒരു പക്ഷേ മൈക്കെടുത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതാണ് പുതിയ ബസ് ഇറക്കിയപ്പോൾ പലർക്കും ഇത് കാണിച്ചു കൊടുത്തു, ഈ ബസ്സിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്. പക്ഷേ ഇത് തികച്ചും അപ്രതീക്ഷിതമായി പോയി. മന്ത്രിയെ ചൊടിപ്പിച്ചത് എന്താണ്? വലിയൊരു ആൾക്കൂട്ടം അവിടെ ഇല്ല, മന്ത്രിക്ക് ഒരു പബ്ലിസിറ്റി അത്രത്തോളം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം ഈ കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അല്ലേ? അല്ല സ്റ്റെഫിനെ, ഈ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പാർട്ടി കേരള കോൺഗ്രസ് ബി ആണ്. അപ്പോൾ അവരുടെ പാർട്ടിക്കാർ, എൻ്റെ പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എത്ര കേരള കോൺഗ്രസ്സുകാർ വന്നതാണ്? അത് സ്ഥിരമായിട്ട് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പരിപാടിയിൽ ഇതുപോലെ തിരുവനന്തപുരത്ത് നടക്കം ആളുകൾ വരാറുണ്ട്. അദ്ദേഹം ആത്മ സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരാറുണ്ട്. അപ്പം നമുക്ക് തന്നെ തോന്നും കൂടുതലും ഇത്തരത്തിൽ ആളുകൾ വരുമ്പോൾ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, ഇതിനു മുമ്പും ഇദ്ദേഹം ഇതേപോലെ പല തവണ ഉദ്യോഗസ്ഥന്മാരെ അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. അതിന്റെ ഒരു ഹുങ്കാണ് യഥാർത്ഥത്തിൽ ഇന്നലെയും അവിടെ. എനിക്ക് തോന്നുന്നു ആ ഒരു ഹുങ്ക് എന്ന് തന്നെ ഒരു പക്ഷേ നമ്മൾ പറയേണ്ടി വരും. കാരണം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ അനുഭവമല്ല, പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെഫിൻ നമ്മളൊന്ന് ലൈബ്രറി ഒന്ന് ചെറുതായിട്ട് നോക്കി. ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയ കണ്ടന്റുകൾ മുമ്പ് മന്ത്രി ഇത്തരത്തിൽ പെരുമാറിയതും ഇങ്ങനെ ഷൗട്ട് ചെയ്തതും അനവസരത്തിലുള്ള പ്രതികരണങ്ങൾ, മന്ത്രിയുടെ പക്വതയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പത്തനംതിട്ട അദ്ദേഹത്തിൻ്റെ പത്തനാപുരം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ചും കൊട്ടാരക്കരയിലെ പരിപാടി, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില ദൃശ്യശകലങ്ങൾ ഒന്ന് കണ്ടുവരാം. ഗതാഗത വകുപ്പിൽ പ്രത്യേകമായ നിർദ്ദേശം വരെയാണ്, ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ ഒരു RTO പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും. അതിന് യാതൊരു സംശയമുണ്ട്. 5 ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ 5 ദിവസം തന്നെ വേണ്ട, 1 മണിക്കൂറിലും വേണ്ട. പക്ഷേ 5 ദിവസം അനുവദിക്കണം. എന്ത് പർപ്പസിനാണ് ഇത് കിട്ടിയത്? ശരി, ഓക്കെ, അതൊന്ന് നീക്കിയിട്ട് അവിടെ തൂത്തൊന്ന് നോക്കുന്നത് നിങ്ങളുടെ ഈ OP യിൽ ഇരുന്ന ആളെ കണ്ടു പോകുന്നതാണ് നിങ്ങളുടെ 2 വർഷമായിട്ട് ഇവിടെ കിടക്കാണ്. ഡോക്ടർ, ഇത് ആക്രി തള്ളിയേക്കുന്നതിന്റെ കൂട്ടത്തിൽ തള്ളാനുള്ളതാണ്. ഇതിനി എന്തോന്ന് അറേഞ്ച് ചെയ്യാൻ, ഇതിന് കാലുകൊണ്ട് ചവിട്ടുന്നതാണ്. ഇതിനി എന്തോന്ന് അറേഞ്ച് ചെയ്യാൻ ദുർപ്പെടുത്തില്ല ഡോക്ടറെ. നോക്കൂ, പുതിയതായിട്ട് വെച്ചതാ ഇത്. രാജ്യദ്രോഹമല്ലേ ഡോക്ടറെ? ഇത് രാജ്യദ്രോഹം നടക്കുന്നത്. ഇവിടെ പൊട്ടി കൊടുക്കുന്നെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ട് അറിയിച്ചില്ല? അദ്ദേഹം പറഞ്ഞു, അതേ വീഡിയോ എടുത്തു, സത്യമല്ലേ? അങ്ങനെ കണ്ടപ്പെടുക്കാൻ രോഗികൾ കിടക്കുന്ന സ്ഥലമല്ലേ ഇതിങ്ങനെ? അല്ല, ഞാൻ കഴുകണം ഡോക്ടറെ, ഞാൻ കഴുകണോ? കിടക്കും അതിനകത്തൊരു തൂക്കാൻ ആരും വരുന്നില്ല. ഇതിനകത്ത് മരുന്ന് പൊട്ടിയെ വിളിച്ച് കിടക്കണം ഡോക്ടറെ. ഒരു പൊടി ഉടയ്ക്കും. ഈ താലൂക്ക് സഭ വിളിക്കുന്ന ദിവസം കേട്ടോ, വേറെ പരിപാടി ഇനി മേലെ വയ്ക്കുന്നത്. ഇത് ലാസ്റ്റ് വാണിങ്ങാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാൺ ചെയ്താൽ വന്ന ഉടനെ പോകണമെന്ന് പറയുന്നത്. താലൂക്ക് സഭ വയ്ക്കുന്നത് ഇന്ന് രാവിലെ അവിടെ സെർവ് ചെയ്യാൻ ചെല്ലാന്ന് പറയാൻ മോശമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വയ്ക്കാമായിരുന്നല്ലോ. തർക്കമൊന്നും കോടതി ഉത്തരവ് കിട്ടിയില്ല, തർക്കമൊന്നുമില്ല. അല്ല, അങ്ങനെ പോകരുത്. സർവേക്ക് ഉച്ചയ്ക്ക് പോകണം. താലൂക്ക് സഭ എല്ലാവരും കൂടെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും എല്ലാവരും വന്നിരിക്കുക. നിങ്ങൾ കറങ്ങാൻ പോകുന്ന ബിജു ഇന്ന് നിർത്തിക്കോണം കേട്ടോ. ഇനി മേലാൽ ഇത് പരിപാടിയാണ്. സ്റ്റെഫിൻ, ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കീഴൂട്ടിൻ്റെ കൊച്ചുമകനാണ് കെ വി ഗണേഷ് കുമാർ, അല്ലേ? അപ്പോൾ സ്വന്തം, അതായത് പിതാവായിട്ടുള്ള ബാലകൃഷ്ണ പിള്ള പോലും എത്രയോ തവണ MLA ആയി കൊട്ടാരക്കരയിൽ നിന്നും മന്ത്രിയായി. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും നമ്മൾ ഇത്ര ഷൗട്ടിങ് കണ്ടിട്ടില്ല. മാത്രമല്ല സരസമായ ഭാഷയിലും ഒക്കെയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇതുമൂലമുണ്ടാകുന്ന ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു വലിയൊരു വകുപ്പിൽ അദ്ദേഹം ചില മേന്മകൾ നടത്തുന്നുണ്ട്. കാരണം KSRTCയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അത് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊക്കെയുള്ളൂ. പക്ഷേ ഈ സമീപനം കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതെന്താണ്? ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു വകുപ്പാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മോട്ടോർ വാഹന വകുപ്പിൽ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഒരു കാലത്തുണ്ടായിരുന്ന പോലെ പരിശോധനകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയാം. അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പല ഓഫീസുകളിലും വാഹനമില്ലാത്തതാണ്. കഴിഞ്ഞ വർഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡിസംബർ മാസത്തിൽ നമ്മളൊരു പരമ്പര ചെയ്യുന്നു മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും പറഞ്ഞിട്ട്. അപ്പോൾ നെയ്യാറ്റിൻകര സബ് RTO ഓഫീസിൽ അവിടെ വാഹനമില്ല. ഉള്ള വാഹനം 15 വർഷം കഴിഞ്ഞിട്ട് അത് പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം പല ഓഫീസുകളിലും വാഹനമില്ല. ആളുകൾക്ക് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോകാൻ പറ്റുന്നില്ല. നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ നാളത്തെ ഒരു കാര്യം കൂടി, ഈ ആന്റണി രാജുവേട്ടൻ എന്താ പ്രശ്നം?
ആന്റണി രാജുവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ പ്രതി സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഉയരുന്നത് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പല കോണിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. അതായത് ഒരു കാര്യം, അതായത് ആന്റണി രാജു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ നഗരത്തിലെ MLA ആണ്. അതെ. അപ്പോൾ നഗരത്തിലെ MLA, അതായത് ആന്റണി രാജു MLA ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ സ്വാഭാവികമായും ആന്റണി രാജുവിനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ആന്റണി രാജുവിനെ പരമാവധി ഇത്തരം പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങളുടെ കൂടി ഭാഗമാണോ? അവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ KSRTCയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പരിപാടികൾ ഇപ്പം നടത്തി കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ സെൻട്രൽ വർക്ക്സ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഒരു പരിപാടി നടന്നു. പക്ഷെ ആന്റണി രാജു അവിടെ വന്നിട്ടില്ല. വികാസ് ഭവൻ, അത് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിൽ പെടുന്ന പരിപാടിയാണ്. അവിടെ ഈ ബസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു വളരെ മുമ്പ് തന്നെ വന്നുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പരമാവധി KSRTCയുടെ പരിപാടി വെക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ടാണ് ഈ ആനേറ, അതോടൊപ്പം കനാക്കുന്നെല്ലാം തന്നെ തെരഞ്ഞെടുക്കുന്നത്. ഒരു കാര്യം സ്റ്റെഫിൻ, ഇതുമൂലം ഉണ്ടാകുന്ന സേനയ്ക്കുള്ളിൽ ഒരു അമർഷം, മന്ത്രിയോടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ? സേനയ്ക്കുള്ളിൽ ഒരു അമർഷമുണ്ട് തീർച്ചയായിട്ടും. പല ഉദ്യോഗസ്ഥരും അത് തുറന്നു പറയാത്തത് പ്രതികാര നടപടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ മോട്ടോർ വെഹിക്കിൾ ഓഫീസേഴ്സ് അസോസിയേഷൻ പോലും കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാലോ? തീർച്ചയായും. അതാണ് സ്റ്റെഫിൻ വളരെ വിശദമായി വിശദീകരിച്ചത്.